ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എങ്ങനെ നോക്കിക്കാണുന്നു, അവരുടെ മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് എങ്ങനെയാണ് കരുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് യൂണിവേഴ്സിൻ്റെ ഈ ഒരു സമയം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് മെസ്സേജ് കൂടി നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു ടൈം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ ഡീപ്പായി പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. പുറത്ത് നല്ല മഴയുള്ളതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വോയിസിൽ കുറച്ചൊരു ഡിസ്റ്റർബൻസസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ആദ്യമേ നോക്കാനായിട്ട് പോകുന്നത് യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്ത് സൂചനയാണ് തരുന്നതെന്നുള്ളതാണ്. journey, happy family, rest and rejuvenation, action. അപ്പോൾ ഇവിടെ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള മെസ്സേജസ് ആണ് യൂണിവേഴ്സ് കാണിച്ചു തന്നിട്ടുള്ളത്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ചിലവരെ സംബന്ധിച്ച് ഒരു സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു മോഡിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു ജേണി, നിങ്ങളുടെ ലൈഫ് ജേണിയിൽ നിങ്ങളുടെ പേഴ്സൺ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ കൂടെ ഉണ്ടാവേണ്ടുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളുടെ കൂടെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഈ ഒരു പേഴ്സൺ ഇല്ല, അല്ലെങ്കിൽ ചില നിങ്ങൾ തമ്മിലൊന്നും അകന്ന് നിൽക്കുന്നൊരു അവസ്ഥയായിരിക്കും. അപ്പോൾ ചില വ്യക്തികൾ കരുതും ഇല്ല, ഈ ഒരു പേഴ്സൺ എൻ്റെ ലൈഫിൽ നിന്ന് മാറിപ്പോയി, അല്ലെങ്കിൽ ഇനി ഞങ്ങൾ ഒരുമിച്ച് ഒരു ലൈഫ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എൻ്റെ ലൈഫിലേക്ക് വീണ്ടും എൻ്റർ ആവുമോ എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവാം, അല്ലെങ്കിൽ ഇതാണോ എൻഡിങ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളോടൊപ്പം ഇനിയും ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുമാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഈ ഒരു പേഴ്സണും ഒരുമിച്ച് വരാനായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ചില റിലേഷൻഷിപ്പിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഡൗൺ പീരീഡ് ആണെന്നുണ്ടെങ്കിൽ പലരും കരുതുന്നൊരു കാര്യമാണ് ഇങ്ങനെ തന്നെയായിരിക്കും എൻ്റെ റിലേഷൻ പോകുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെയല്ല. തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരു സമയം വരുമ്പോൾ അവിടെ ഒരു മാറ്റം സംഭവിക്കും എന്ന് പറഞ്ഞതുപോലെ ആ ഒരു മാറ്റത്തിനുള്ള സമയമായിരിക്കുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നുള്ളതാണ് നമുക്കിവിടെ കാണാം. ആ ഒരു ഹാപ്പി ഫാമിലി. അപ്പോൾ ചിലരെ സംബന്ധിച്ച് അതൊരു റീയൂണിയൻ ആയിരിക്കാം, ചിലവർക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഒക്കേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ ആനിവേഴ്സറി ആയിരിക്കാം, അല്ലെങ്കിൽ ബർത്ത്ഡേ ആയിരിക്കാം, നിങ്ങൾ ഒരുമിച്ച് ചിലവഴിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു സന്തോഷകരമായിട്ടുള്ള ഒത്തുകൂടൽ, നിങ്ങളുടെ പേഴ്സണോട് ഒരുമിച്ച് സമയം ചിലവഴിക്കാനായിട്ട് പോകുന്ന, മാനസികമായിട്ട് സന്തോഷം ലഭിക്കാൻ പോകുന്ന സമയം കടന്നു വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് കുട്ടികളെല്ലാം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും കൂടി ആയിരിക്കാം. മേ ബി അതൊരു ഫാമിലി ടൈപ്പ് റിലേഷൻഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ ആ ഒരു കാര്യം കടന്നു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു വിഷമാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അതാണ് ഇനി എൻ്റെ അങ്ങോട്ടുള്ള ജീവിതം എന്ന് വിചാരിച്ച് നിരാശപ്പെട്ടിരിക്കേണ്ട ആവശ്യമേ ഇല്ല. സന്തോഷം നിങ്ങളിലേക്ക് കടന്നു വരുന്നു, നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നു. നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ ഒരു പേഴ്സണും ഒരുമിച്ചുള്ള സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ തേടി വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ചിലരെ സംബന്ധിച്ച് കുറേ നാളുകളായിട്ടൊരു സ്റ്റക്നെസ്സിൽ, അല്ലെങ്കിൽ ആ ഒരു
പോസ്റ്റലി പോയിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കാം റിലേഷൻഷിപ്പിന് ഉണ്ടായിട്ടുള്ളത്. നിങ്ങളെ പ്രതീക്ഷിച്ച പോലെ യാതൊരു മാറ്റവും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവണമെന്നില്ല. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടാവാം. പക്ഷേ ഒരു റിസൾട്ട് കിട്ടിയില്ല എന്നുള്ള രീതിയിലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എനിക്കൊരു റിസൾട്ട് ഇല്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും ആ ഒരു മാറ്റം കടന്നു വരാനായിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് നമ്മളുടെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആ ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് ഹൈലി നിൽക്കുന്നതായിട്ട് തന്നെ കാണാം. കാരണം വളരെ എനർജറ്റിക് ആയിട്ട് രണ്ടുപേരുടെയും ഒരു എനർജി ഇൻവെസ്റ്റ് ചെയ്തത് മുന്നോട്ട് പോകാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് നമുക്കിവിടെ മൊത്തത്തിൽ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ അതൊരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് മാറാനായിട്ട് പോവാണ്. നിങ്ങളുടെ പേഴ്സണായാലും നിങ്ങളായാലും കൂടുതൽ ഒരു എനർജറ്റിക്കലി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആവാനായിട്ട് പോകുന്നു. അതിൻ്റെ ഒരു സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നേരത്തെ നമ്മൾ ഹാപ്പി ഫാമിലി എനർജി പറഞ്ഞ പോലെ തന്നെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ചെലവഴിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ അകന്നു പോയി എന്ന് വിചാരിച്ചിട്ടില്ല കുറേ നാളുകളായിട്ട് കാര്യങ്ങൾക്ക് വലിയൊരു പുരോഗതി ഇല്ലാതെ പോയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിലെല്ലാം മാറ്റം കടന്നു വരാനായിട്ട് പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഒരു ലൈഫ് ജേർണിയിൽ ഈ ഒരു പേഴ്സൺ ഇനി ഇല്ലേ എന്ന് വിചാരിച്ച് നിൽക്കുന്നിടത്ത് നിന്ന് ഇനിയും അവർ നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളോടൊപ്പം അവർ സഞ്ചരിക്കേണ്ടവരാണ് എന്നുള്ള ഒരു സൂചനയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. മാത്രമല്ല നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതൊന്നും പാഴായിട്ടില്ല എന്നുള്ള ആ ഒരു കാര്യം കൂടി നമുക്കിവിടെ മനസ്സിലാക്കാം. അപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഈ ഒരു പേഴ്സണോടൊപ്പം ഉണ്ടാകാനായിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വളരെ ആക്റ്റീവ് ആകാനായിട്ട് അല്ലെങ്കിൽ വളരെ വൈബായിട്ട് മുന്നോട്ട് പോകാനുള്ള തുടക്കമാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാനായിട്ട് പോകുന്നത്. ആ ഒരു മാറ്റം വൈകാതെ തന്നെ നിങ്ങളിലേക്ക് എത്തും. ആ ഒരു സന്തോഷം അനുഭവിക്കാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് യൂണിവേഴ്സ് തന്നിരിക്കുന്ന ഒരു സൂചന. ചിലവർ വളരെ നിരാശരായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറേ നാളുകളായിട്ട് ഈ ഒരു അവസ്ഥയിലാണല്ലോ, എനിക്കൊരു റിസൾട്ട് ഇല്ല, ഒരു പ്രോഗ്രസ് ഇല്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരായിരിക്കാം. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടായിരിക്കണം ചിലപ്പോൾ ഇത്രയും ആ ഒരു കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. നിരാശപ്പെടേണ്ട ആവശ്യമില്ല, അവർ നിങ്ങളോടൊപ്പം ചേരേണ്ടവരാണ്. ചില ഗ്യാപ്പുകൾ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളോടൊപ്പം ആ ഒരു പേഴ്സൺ ഇല്ലാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് അതെല്ലാം അതിൻ്റേതായിട്ടുള്ളൊരു റീസൺ അല്ലെങ്കിൽ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു പർപ്പസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും അങ്ങനെ തന്നെയാണെന്നുള്ളതല്ല, ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നിങ്ങളുടെ ഒരു എനർജി എങ്ങനെയാണ് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ എന്നുള്ളതൊന്ന് എടുത്ത് നോക്കാം. കാരണം ഇത്രയും ഒരു ന്യൂസ് മെസ്സേജ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് പേഴ്സൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, നിങ്ങളുടെ എനർജി നമുക്ക് 2 ഓഫ് വൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിതിനകത്ത് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു, എൻ്റെ മാക്സിമം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി വരും പോലെ വരട്ടെ എന്നുള്ള രീതിയിൽ നമ്മളിവിടെ കാണുന്ന പോലെ തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടേതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ദാറ്റ് മീൻസ് മറ്റൊരു കാര്യം കൂടി ഇവിടെ നമ്മൾ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഒരു ഭയങ്കരമായിട്ടുള്ളൊരു തിങ്കിങ് നിങ്ങൾക്കുള്ളിൽ നടക്കുന്നുണ്ട്. അതായത് ചിലവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ ഇനിയും വെയിറ്റ് ചെയ്തിരിക്കണോ, ഞാൻ ആഗ്രഹിക്കുന്ന പോലെയുള്ളൊരു മാറ്റം ഇതിനകത്ത് ഉണ്ടാവുമോ, അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഗുണം ഉണ്ടാവോ എന്നുള്ള ആ ഒരു ചിന്താഗതിയുണ്ട്. അതായത് ഇത് വിട്ടു പോകാനായിട്ട് കഴിയുന്നില്ല, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു വെയിറ്റിംഗ് പീരീഡ് വളരെ കൂടുതലാണ്. ഒരുപാട് നാളുകളായിട്ട് ചിലപ്പോൾ ഈ ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ളൊരു ചിന്താഗതിയുണ്ട്. ചിലവരങ്ങനെയല്ല, ഇത് ഞാൻ അവസാനിപ്പിക്കണോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഡീവിയേറ്റ് ചെയ്ത് പോകണോ എന്നുള്ളൊരു ചിന്തയും നമുക്കവിടെ കാണാം. അതായത് അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോഴെങ്കിലും ഇതിൽ നിന്ന് ഒന്ന് പിന്തിരിഞ്ഞ് പോകാനായിട്ട് ശ്രമിച്ചിട്ടുള്ളവരായിരിക്കണം. പക്ഷെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. എങ്കിലും ഈ പറഞ്ഞൊരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ക്ലാഷ് നിങ്ങളുടെ മനസ്സിനകത്തുണ്ട്. പക്ഷെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൽ അത്രയും നിങ്ങൾ എനർജി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അത്രയും സ്നേഹം ഈ ഒരു പേഴ്സണോടായാലും ഈ ഒരു ബന്ധത്തോടായാലും നിങ്ങൾക്കുണ്ട്. അപ്പം അതുകൊണ്ടാണ് എപ്പോഴും ആ ഒരു പ്രതീക്ഷ കൈവിടാതെ നോക്കി നിൽക്കുന്നത്.
അങ്ങനെയുള്ളവരുടെ ഒരു എനർജിയാണ്. നിങ്ങൾ മാക്സിമം ചെയ്തു കഴിഞ്ഞു. ഇനിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിങ്ങിനായിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ്. ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്ന ഒരു എനർജി ആയിട്ടും നമുക്കത് കാണാം. നമ്മൾ നേരത്തെ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എടുത്തപ്പോൾ പറഞ്ഞതാണ് നിങ്ങളുടെ ആ ഒരു വെയിറ്റിംഗ് അവസാനിക്കാനായിട്ട് പോകുന്നുണ്ട്. ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ആ ഒരു മാറ്റം കടന്നു വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ളൊരു നിമിഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഈ ഒരു എനർജിയും കൂടി എടുത്തപ്പോൾ നമുക്കതൊന്നും കൂടി കൺഫേം ആയി. അപ്പോൾ ഇനി നമുക്ക് പേഴ്സണെ കുറിച്ച് നോക്കാം. Three of Pentacles, Nine of Wands, High Priestess, Moon, Nine of Swords, Page of Pentacles, Emperor, Devil, Page of Wands, Six of Pentacles, King of Cups, Page of Cups, Five of Pentacles, Ace of Wands, Four of Swords, Nine of Cups, Hermit and Five of Cups. നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് തന്നെ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ഇവിടെ വളരെ ഹൈലൈറ്റായിട്ട് കയറി നിൽക്കുന്ന എനർജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഭയങ്കരമായിട്ടുള്ള സങ്കടമാണ്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു അപ്രോച്ച്, മാനസികാവസ്ഥ, ഇതൊക്കെയാണല്ലോ നമ്മളിവിടെ നോക്കുന്നത്. എങ്ങനെ ഈ റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നു എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടം മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. അതാണ് ഇവിടെ വളരെ കാര്യമായിട്ട് കയറി നിൽക്കുന്നത്. അതിന് ശേഷമാണ് ബാക്കിയുള്ള എല്ലാ എനർജീസിനും സ്ഥാനമുള്ളൂ എന്ന് തന്നെ പറയാം. അതിഭയങ്കരമായിട്ടുള്ള സങ്കടം, കുറ്റബോധം, വിഷമം, നിരാശ, ഇങ്ങനെയുള്ളൊരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റാണ് സത്യത്തിൽ ഈ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉള്ളത്. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സ് വേദനിക്കുന്നുണ്ടാവാം. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇപ്പം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ ഈ ഒരു നയൻ ഓഫ് സോർട്സ് എനർജി, അതുപോലെ ഫൈവ് ഓഫ് പെൻറ്റക്കിൾസ്, ഫൈവ് ഓഫ് കപ്സ്, ഇവിടെയൊക്കെ നമുക്ക് കാണാം. അതുപോലെ മൂൺ എനർജി, ഓൾമോസ്റ്റ് അവർ കൺഫ്യൂസ്ഡ് ആയിട്ട് ആങ്സൈറ്റി, ഡിപ്രഷൻ, ഫിയർ എനർജിയൊക്കെ അവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി ഒന്ന് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് അവർക്ക് ഉറങ്ങാൻ പോലും കഴിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അത്രയേറെ അവർ വിഷമിക്കുന്നുണ്ട്. ഒറ്റപ്പെടലിലൂടെ പോകുന്നു എന്ന് അവർക്ക് തോന്നുന്നുണ്ട്. മാത്രമല്ല ചില കാര്യങ്ങളൊക്കെ ഞാൻ സ്വയം വിളിച്ചു വരുത്തിയതാണല്ലോ, എൻ്റെ മിസ്റ്റേക്ക് ആണല്ലോ എന്നവർ അംഗീകരിക്കുന്നുണ്ട്. അതിനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാം. ആ ഒരു അവസ്ഥയിലൂടെ പോകുന്ന ഒരു പേഴ്സണാണ്. അതികഠിനമായിട്ടുള്ളൊരു പെയിൻ, വിഷമം, നിരാശ ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെ, അവർക്ക് സ്വസ്ഥമായിട്ട് അവരുടെ മനസ്സിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതിന് പോലും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഇവിടെ നിൽക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു തടസ്സം നിൽക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് എന്തോ ഒരു തെറ്റ് കാര്യമായിട്ട് ചെയ്തിട്ടുള്ളൊരു പേഴ്സണാണ്. അതിൻ്റെ നിരാശ ഇവർക്കുണ്ട്. മാത്രമല്ല പ്രോപ്പറായിട്ട്
ഒരു ഡിസിഷൻ എടുക്കേണ്ടുന്ന സമയത്തിൽ ഈ പേഴ്സൺ എടുത്തിട്ടില്ല. അതിൻ്റേതായിട്ടുള്ള ഒരു വിഷമവും അവർക്കിവിടെ ഉണ്ട്. അതായത് ചില വ്യക്തികൾ ചില സമയങ്ങൾ അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള ഒരു പോയിന്റ് ആയിരിക്കും ചിലപ്പോൾ ജീവിതത്തിൽ. അത് അപ്പം നമ്മൾ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു തീരുമാനം എടുക്കുകയും അല്ലെങ്കിൽ ഒന്ന് ഉറച്ചു നിൽക്കുകയോ ചെയ്യേണ്ടതിന് പകരമായിട്ട് ഓടി ഒളിച്ചു പോകുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ മുഖം തിരിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്, പിന്നെ ആവട്ടെ എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു വില എന്തായിരുന്നു എന്ന് അറിയുന്നത് നമ്മുടെ ലൈഫിൽ പിന്നെ പിന്നെ വേറെ പല ഇൻസിഡൻസും കയറി വരുമ്പോൾ നമ്മളാകെ ലോക്കായി പോകുമ്പോഴൊക്കെ ആയിരിക്കും അറിയുന്നത്. ഇതിനേക്കാളും എത്രയോ നല്ല സമയം എനിക്കുണ്ടായിരുന്നു, പക്ഷെ ഞാനത് യൂട്ടിലൈസ് ചെയ്തില്ല എന്നുള്ളത്. ഈ പറഞ്ഞതുപോലെ അങ്ങനെയുള്ളൊരു എനർജി നമുക്കിവിടെ കാണും. എന്തൊക്കെയോ കാര്യമായിട്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു സ്റ്റെബിലിറ്റിയോട് കൂടി നിൽക്കാൻ പറ്റാതെ പോയിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ്. പക്ഷെ അതിനവർ വളരെ കാര്യമായിട്ട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പരിധി വരെ മനസ്സിലാക്കേണ്ടത്, സാഹചര്യവശാൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ആ, നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയോ ചെയ്യാത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ അവരുടെ സിറ്റുവേഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ചില സ്പ്രെഡൊക്കെ എടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അവർ തീർച്ചയായിട്ടും മറ്റൊരു കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട് അല്ലെങ്കിൽ ഇതിനെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് വേറൊരു കാര്യത്തിൻ്റെ ഒരു ഭ്രമത്തിൽ പെട്ട് പോകുന്ന ആൾക്കാരെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ളതിനുള്ളൊരു ചാൻസ് കുറവായിരിക്കാം, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും കൂടുതലും ഒരു നിവർത്തികേട് വന്നപ്പോൾ മനസ്സില്ലാ മനസ്സോടെ മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. കാരണം അതുകൊണ്ടാണ് അവർ ഇത്രയേറെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയേറെ വിഷമിച്ച് നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അത്രയേറെ മാനസികമായിട്ട് സങ്കടപ്പെടുകയും കുറ്റപ്പെടുത്തി ഇനി അവർക്ക് തന്നെ സ്വയം അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റിലൂടെ ആ ഒരു പേഴ്സൺ പോകുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, ആ ഒരു വിഷമം, സങ്കടം, നിരാശ, കുറ്റബോധം, ഇതൊക്കെയാണ് ആദ്യമേ കയറി നിൽക്കുന്ന എനർജീസ് എന്നുള്ളത്, ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന എനർജീസ് എന്നുള്ളത്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം, മനസ്സിനകത്ത് ഇപ്പോഴും സ്നേഹം സൂക്ഷിച്ചു വെക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ഇൻറ്റിമസി ബോണ്ടിങ് അവരുടെ മനസ്സിനകത്തുണ്ട്. അത് ഒരു പക്ഷെ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാം. അതവർ സപ്രസ് ചെയ്തിരിക്കുന്ന ആ ഒരു എനർജീസാണ് ഇവിടെയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് കഴിയും. ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എന്താണോ അവർക്ക് നിങ്ങളോട് തോന്നുന്നത് അത് അതേപടി എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഒരു സാഹചര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതുകൊണ്ടായിരിക്കാം അവരത് ഒന്നും ഇല്ലാത്ത പോലെ, അല്ലെങ്കിൽ അവർ തന്നെ അവർ പറഞ്ഞ് ചിലപ്പോൾ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ഇല്ല നിനക്കിത് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ ആ ഒരു തരത്തിൽ അവരത് ഒതുക്കി വെക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാം, തീർച്ചയായിട്ടും ആ ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരവരെ തന്നെ ഒരു സംയമനത്തിൽ പെടുത്തുക എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു പോസ് ഉണ്ടാവുന്നത്, റിലേഷൻഷിപ്പിൽ ആ ഒരു സ്റ്റക്നെസ് ഉണ്ടാവുന്നത്. കാരണം നമുക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുക, പ്രകടിപ്പിക്കുന്നില്ല. നമ്മൾ നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷനിൽ പെട്ടിരിക്കുന്ന ഒരു പേഴ്സണാണ്. അതുകൊണ്ടാണ് അവർ ഈ ഒരു തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ധൈര്യവും അവർക്ക് കിട്ടുന്നില്ല. അതാണ് നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ നിങ്ങളുടെ ഒരു എനർജി എടുത്തപ്പോൾ നമ്മൾ കണ്ടതാണ്, അവിടെ വെയിറ്റിങ്ങിലാണ് നിങ്ങൾ. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാതിരിക്കാം, എൻ്റെ വ്യക്തിക്ക് എന്നോട് സ്നേഹമുണ്ട്, പക്ഷെ അവരുടെ സാഹചര്യം വളരെ മോശമായതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു തരത്തിൽ പെരുമാറേണ്ടി വരുന്നതെന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം നിങ്ങളും കാത്തിരിക്കുന്നത് ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാം, അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പുറത്തേക്ക് വരാനായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റക്നെസ്സിൽ നിന്ന് എല്ലാം ഭേദിച്ച് വരാനായിക്കോട്ടെ, അതിനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സ് നിങ്ങളോട് വെളിപ്പെടുത്തുന്ന കാര്യം വരുമ്പോൾ അവരൊന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ നമ്മൾ കാണുന്ന പോലെ തന്നെ. അവർക്ക് ആ ഒരു ഫുൾഫിൽമെൻറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണെന്നുള്ളതാണ്. അതവർ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും ആ ഒരു വ്യക്തി അത് അറിയുന്നുണ്ട്, നിങ്ങളുടെ ഒരു സാന്ത്വനം, സപ്പോർട്ട്, സ്നേഹം ഒക്കെ എത്രത്തോളം ഡീപ്പായിരുന്നു എന്നുള്ളത് അവർക്കറിയാം. ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടും അവരുടെ ഒരു നിവർത്തികേട് കൊണ്ട് ഈ ഒരു തരത്തിൽ പോകുന്ന ഒരു പേഴ്സൺ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഒരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടത്, ഇത്രയൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും, അല്ലെങ്കിൽ മനസ്സ് ഭയങ്കരമായിട്ട് തകർന്ന് വിങ്ങിപ്പൊട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ പോലും അവർ പുറമേ അത് കാണിക്കുന്നുണ്ടാവില്ല. പുറമേ മീൻസ് നിങ്ങളുടെ അടുത്ത് നിന്നല്ല, ആരുടെ മുന്നിലും അത് കാണിക്കുന്നുണ്ടാവില്ല. അവർ വളരെ ഒരു
എന്താ പറയുന്നത്, വളരെ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല, എൻ്റെ ലൈഫുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു എന്നുള്ള രീതിയിലായിരിക്കാം ചിലപ്പോൾ പുറമെ ഒക്കെ ആ ഒരു പേഴ്സൺ പെരുമാറുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള രീതിയിൽ പോകുന്നു, അവർ ചിലപ്പോൾ ഹാപ്പി ആണല്ലോ എന്ന് പോലും നിങ്ങൾക്ക് തോന്നാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം അവർ അവരുടേതായിട്ടുള്ള ഈ നമ്മളിവിടെ കണ്ടിട്ടുള്ള ഒരു ഇമോഷൻസും പുറമെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിലോ കാണിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയായിരിക്കണം. അതായത് സ്വന്തം സങ്കടം അവനവൻ്റെ ഉള്ളിൽ ഒതുക്കുക എന്ന് പറയില്ലേ, ചിലവർ അങ്ങനെയല്ല. ഭയങ്കരമായിട്ട് സങ്കടവും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ചിലവർ എന്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒട്ടും പ്രകടിപ്പിക്കാതെ എല്ലാം മനസ്സിനകത്ത് സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു പേഴ്സൺ അങ്ങനെയുള്ള ഒരു ടൈപ്പ് ആയിരിക്കാം. അപ്പം അതും നമുക്കിവിടെ എടുത്ത് കാണാൻ കഴിയുന്നൊരു സംഗതിയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുമ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാൻ പോലും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആരും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് സപ്പോർട്ടായിട്ട് ആരും ആരും ഉണ്ടാവണമെന്നില്ല, അതൊരു ഫാക്ടർ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ സ്ട്രോങ് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ടും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അവരുടെ തന്നെ ദുഃഖങ്ങൾ ഉള്ളിൽ ഒതുക്കിയിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം. ആ ഒരു സഫറിങ് ഇൻ സൈലൻസ് എനർജി നമുക്കിവിടെ പലയിടത്തും കാണാൻ കഴിയുന്നൊരു സംഗതിയാണ്. അപ്പോൾ അവർക്ക് പോലും അറിയില്ല അവരെന്തുകൊണ്ടാണ് ഇത്രയേറെ വിഷമിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് അവർ ഇത്രയും സങ്കടപ്പെടുന്നു, ഇത്രയും ഒരു മിസ്സിങ് അനുഭവപ്പെടുന്നു എന്നുള്ളത് അവർക്ക് പോലും ചിലപ്പോൾ അറിയണമെന്നുണ്ടാവില്ല. ആ ഒരു തരത്തിലുള്ളൊരു വിഷമം അനുഭവിക്കുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ചിലപ്പോൾ പുറമേ ഒന്നും മനസ്സിലാവാത്ത പോലെ നടിക്കുന്നുണ്ടെങ്കിലും എല്ലാം നന്നായിട്ട് മനസ്സിലാക്കുന്ന അനലൈസ് ചെയ്യുന്നൊരു സമയത്തിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെല്ലാ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുന്നുണ്ട്. ഒരു ലേണിംഗ് പ്രോസസ്സ് നമ്മൾ പറയില്ലേ എന്ന് പറഞ്ഞ പോലെയുള്ളൊരു അവസ്ഥയും കൂടി ആയിരിക്കും, ആ ഒരു പരീക്ഷണ കാലഘട്ടം കൂടി ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുടെ. അപ്പോൾ ആ ഒരു തരത്തിലാണ് അവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യത്തെ തന്നെ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, മറ്റെവിടേക്കോ അവർക്ക് ഇൻവോൾവ് ആയിട്ട് ഇരിക്കേണ്ടി വരുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ ഒരു ഡിഫെൻസീവായിട്ട് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ആ ഒരു ഗ്യാപ്പ് വരികയോ ഒക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം കൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഇവിടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് മനസ്സോടുകൂടി പോകേണ്ടി വരുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നത്. എന്നിട്ടും അവരിത് ക്വിറ്റ് ചെയ്തിട്ടില്ല, അവരുടെ മനസ്സിനകത്ത് ഇത് കൊണ്ട് നടക്കുന്നു, ആ ഒരു പെയിൻ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ആരോടും ഷെയർ ചെയ്യാൻ കഴിയാതെ ആ ഒരു നഷ്ടബോധം അവർ മനസ്സിൽ കൊണ്ട് നടക്കുകയാണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നതായിക്കോട്ടെ, ഇതെല്ലാം അവർക്ക് പോലും ഒന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയുന്നത് ആ വ്യക്തി ഒറ്റയ്ക്കുള്ളപ്പോഴായിരിക്കും. അപ്പോഴായിരിക്കും അവർക്ക് കൂടുതലായിട്ടും ഒന്ന് സങ്കടപ്പെടാൻ അല്ലെങ്കിൽ ഒന്ന് കരയാനാണെന്നുണ്ടെങ്കിൽ പോലും സാധിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് അതായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരുപാട് പ്രോമിസസ് തന്നിട്ടുള്ള വ്യക്തിയായിരിക്കാം, നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പം നിലവിൽ അതൊന്നും അവർക്ക് പാലിക്കാൻ പറ്റാത്തതിൻ്റെ ആ ഒരു വിഷമം, സങ്കടം, നിരാശയൊക്കെ അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവർ തന്നെ അവരെ പോലും കുറ്റപ്പെടുത്തുന്ന ആ ഒരു അവസ്ഥ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവർക്ക് തന്നെ അറിയാം അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ തെറ്റാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഭീരുത്വം കൊണ്ടാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിയത് എന്നുള്ളൊരു തോന്നലും കാര്യങ്ങളൊക്കെ അവരുടെ മനസ്സിനകത്തുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു തേർഡ് പാർട്ടി എലമെൻറ്റ് നിൽക്കുന്നത് കൊണ്ട് അവരുടെ ഒരു ഉള്ളെന്താണോ അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു പേഴ്സൺ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് നിലവിൽ. അപ്പോൾ നമുക്കിവിടെ ആദ്യമേ യൂണിവേഴ്സിൻ്റെ മെസ്സേജ് എടുത്തപ്പോൾ കിട്ടിയത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണോ അതിന് മാറ്റം സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു സ്പ്രെഡിലേക്ക് വരുന്നതിന് മുൻപേ അവിടെ പറഞ്ഞൊരു കാര്യമാണ്, എത്രയൊക്കെ വിഷമം ഉണ്ടായിക്കഴിഞ്ഞാലും അതിനൊരു മാറ്റം വരും, ആ ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുന്നുള്ളത്. അപ്പം നിലവിൽ ഈ ഒരു പേഴ്സൺ അത്രയും നിങ്ങളോട് സ്നേഹമുണ്ട്, അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും എടുത്ത് കാണേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത്. നിങ്ങളുമായിട്ട് അകൽച്ചയിലാണ് അല്ലെങ്കിൽ അവർ നോ കോൺടാക്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഉള്ളിൽ ഒരുപാട് സ്നേഹമുള്ള പേഴ്സണാണ്. അതുകൊണ്ടാണ് അവർ ഇത്രയും സങ്കടപ്പെടുകയും നിരാശപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ വിഷമിച്ചിരിക്കേണ്ടെന്ന് ആവശ്യമില്ല. അങ്ങനെയുള്ള സ്പ്രെഡ് നമ്മൾ ഒരുപാട് എടുക്കാറുള്ളതാണ്. അവരവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പോകുന്ന വ്യക്തികളുടെ സ്പ്രെഡ് നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരു ഭയങ്കരമായിട്ടുള്ള നിരാശയും കുറ്റബോധവും ഫ്രസ്ട്രേഷനും ഒക്കെ അനുഭവിക്കുന്ന ഒരു പേഴ്സണും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു മനോദുഃഖത്തിൽ പോകുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് ചേഞ്ച് വരുന്നതാണ് യൂണിവേഴ്സ് നമുക്ക് ആദ്യമേ തന്നെ പറഞ്ഞു തന്നിട്ടുള്ള മെസ്സേജ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒരു ക്ലൂസും എടുക്കുന്നില്ല, കാരണം സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളതും നിങ്ങളുടെ ഒരു എനർജി നമ്മൾ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് നോക്കിയതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് യൂണിവേഴ്സിൻ്റെ മെസ്സേജാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു അവസ്ഥയിലൂടെ പോകുമ്പോഴത്തേക്കും
അത് നിങ്ങൾ സ്വീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിൻ്റെ ആ ഒരു വാക്കുകൾക്ക് വില കൊടുക്കുക. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്ട്രെങ്ത് ബോണ്ടിങ് അതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഒരു ഹോണസ്റ്റി എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളതിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് ധൈര്യമായിട്ട് ക്ലെയിം ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് യൂണിവേഴ്സിനോട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ വളരെ ഹറിബറി ആയിട്ടാണ് ഈ ഒരു റീഡിംഗ് കേട്ടതെങ്കിൽ തീർച്ചയായിട്ടും വളരെ സമാധാനത്തോടു കൂടി നിങ്ങളുടെ എല്ലാ പോസിറ്റിവിറ്റിയോടും കൂടി അത് ഒന്നുകൂടി കേൾക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു പോസിറ്റിവിറ്റി അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.